അടിമാലിൽ മണ്ണിടിച്ചിലിൽ മരിച്ച ബിജുവിന്റെ കുടുംബത്തിന് ദേശീയപാത അതോറിറ്റി ധനസഹായമായി 1 ലക്ഷം രൂപ കൈമാറി. ഇടുക്കി അടിമാലിയിൽ മണ്ണിടിച്ചിലിൽ മരിച്ച ബിജുവിന്റെ കുടുംബത്തിന് 1 ലക്ഷം രൂപ നൽകി. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ദേശീയപാത അതോറിറ്റിയാണ് പണം നൽകിയത്. ബിജുവിന്റെ കുടുംബത്തിന് സർക്കാർ സഹായം നൽകുന്നതിന് നിയമ തടസ്സമുണ്ടെന്ന് ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട് പറഞ്ഞു. മനുഷ്യനിർമ്മിത ദുരന്തമായതിനാൽ ദുരന്ത നിവാരണ നിയമപ്രകാരം തുക നൽകാനാവില്ല. മകൾക്ക് ജോലി നൽകുന്ന കാര്യം സർക്കാർ പരിഗണനയിലുണ്ടെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. കൂടുതൽ സഹായം നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കളക്ടർ റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. ഇതിൽ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് കളക്ടർ അറിയിക്കുന്നത്. മരിച്ചുപോയ ബിജുവിന്റെ മകൾക്ക് 1 ലക്ഷം രൂപ കൊടുക്കാൻ അത് ഇന്നലെ മാത്രമാണ് കൊടുത്തത്. അതിലൊരു കാലതാമസം വന്നിട്ടുണ്ട്. ആ 1 ലക്ഷം രൂപ ഇന്നലെ കൊടുത്തായിട്ടാണ് ദേശീയപാത അതോറിറ്റി അറിയിച്ചിട്ടുള്ളത്. അത് കൊടുത്തിട്ടുണ്ട്. ഈ ദേശീയപാത അതോറിറ്റിക്ക് ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. അപ്പൊ ഈ ദുരന്തത്തിൽപ്പെട്ടവർക്ക് ഇൻഷുറൻസ് കവറേജ് ലഭ്യമാക്കുന്നത് വരെ, ആ ഇൻഷുറൻസ് തുക ലഭ്യമാക്കുന്നവരെ വാടക വീട്ടിൽ താമസിക്കുന്നവര് ഇപ്പോൾ 15 പേരാണ് വാടക വീട്ടിൽ താമസിക്കുന്നത്. ആ വാടക വീട്ടിൽ താമസിക്കുന്നവരുടെ വീട്ടുവാടക ദേശീയപാത അതോറിറ്റി കൊടുക്കാമെന്ന് അന്നത്തെ മീറ്റിംഗിൽ മന്ത്രിയുടെ മീറ്റിംഗിൽ അവർ എഗ്രി ചെയ്താണ്. അതിന്റെ മിനിറ്റ്സ് ഒക്കെ ഉണ്ട്. അതേസമയം മണ്ണിടിച്ചിൽ നാശനഷ്ടം സംഭവിച്ച കുടുംബങ്ങൾക്ക് നൽകേണ്ട നഷ്ടപരിഹാരം സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല. ദേശീയപാത അതോറിറ്റിയാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത്. അടിയന്തരമായി തുക കൈമാറണമെന്ന് കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ധനസഹായം കിട്ടിയില്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് മണ്ണിടിച്ചിലിൽ ഒരു കാൽ നഷ്ടപ്പെട്ട് ചികിത്സയിൽ കഴിയുന്ന സന്ധ്യ ബിജു പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇവർ വാടകയ്ക്കാണ് താമസിക്കുന്നത്. വാടക സർക്കാർ നൽകാമെന്ന് പറഞ്ഞെങ്കിലും ലഭിച്ചിട്ടില്ലെന്നും മമ്മൂട്ടി ഫൗണ്ടേഷനാണ് സഹായം നൽകുന്നതെന്നും സന്ധ്യ വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബർ 25-നാണ് മണ്ണിടിച്ചിലുണ്ടായത്. അപകടത്തിൽ ലക്ഷം വീട് ഉന്നതിയിൽ ഒരാൾ മരിക്കുകയും 8 വീടുകൾ പൂർണ്ണമായി നശിക്കുകയും ചെയ്തിരുന്നു. ലൈഫ് മലയാളം, അടിമാലി.